കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി ശ്യാമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. മരണം കൊലപാതകമാണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസിൽ ഭർത്താവ് രാജീവ് അറസ്റ്റിൽ. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ആണ് ചേരുന്നത്. ഷമീർ, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം രാത്രി മണ്ണൂർക്കാവ് മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിന് സമീപം ഒരു ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ അറസ്റ്റിലായ രാജീവ് തന്റെ ഭാര്യയെ അപകടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് സുഹൃത്തുക്കളുമായി ചേർന്നാണ് ഈ യുവതിയെ, മരിച്ച ശ്യാമയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ കഴുത്തിൽ ബലം പ്രയോഗിച്ചതിന്റെയും ഇറുകിയതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട പോലീസ് രാവിലെയോടുകൂടി തന്നെ ഈ ഭർത്താവ് രാജീവിനെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. ഇതിനുശേഷം യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നടത്തി. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ യുവതിയുടെ മരണകാരണം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് മരണകാരണമെന്ന് തെളിഞ്ഞത്. പിന്നീട് രാജീവിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ രാജീവ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും രാജീവ് ഇപ്പോൾ ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാൾ നിരന്തരം മദ്യപിച്ച് ഈ ശ്യാമയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു സ്വാഭാവിക കൊലപാതകം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവിക മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഇയാൾ നാട്ടുകാരെ സമീപിച്ചതും ശ്യാമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. സംശയം തോന്നിയ സുഹൃത്തുക്കൾ തന്നെയാണ് പോലീസിനോട് വിവരം അറിഞ്ഞതും. പോലീസ് ഇന്ന് രാവിലെ മുതൽ ഇയാളെ കസ്റ്റഡിയിൽ വെക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഇത് മരണകാരണം ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രതിയുള്ളത് ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ലാൽകൃഷ്ണ. ശരി, ഷമീറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മൈനാഗപ്പള്ളി സ്വദേശി ശ്യാമ മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് രാജീവ് അറസ്റ്റിലായിരിക്കുന്നത്.